ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ എന്റെ ഒടിച്ച അസ്ഥികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ദാവീദിന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ദാവീദ് പറയുക, എന്റെ ഒടിഞ്ഞ അസ്ഥികളെ കർത്താവ് സൗഖ്യമാക്കണം. ഇതിനൊരു അർത്ഥമുണ്ട്. ഞാനിങ്ങനെ അത് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഒരു ഇടയൻ തന്റെ ആടുകളെ മേയിച്ചു കൊണ്ടുപോകുമ്പോൾ അനുസരണം കെട്ട ഒരു ആടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ പിടിച്ചൊരു കാലിൽ ഒരു അടി അടിക്കും. ആ കാലൊടിക്കും. ആടിന്റെ കാല് ഇടയൻ ഒടിച്ചിടും. എന്നിട്ട് ഈ ആടിന്റെ കാല് ശരിക്കും ഒന്ന് വെച്ച് കെട്ടും ഇടയൻ. ഈ ആടിന് നടക്കാൻ കഴിയില്ല. എപ്പോഴും ഈ ആട് ഈ ഇടയന്റെ കൂടെ ഇങ്ങനെ പതിയെ പതിയെ നടക്കും. കാരണം എന്താ? ഇടയൻ വല്ലതും കൊടുത്താൽ അതിന് തിന്നാൻ കിട്ടും, ഇടയൻ വല്ലതും കൊടുത്താൽ അതിന് കുടിക്കാൻ കിട്ടും. തന്നെയുമല്ല, തിന്നാനും കുടിക്കാനും കൊടുക്കുമ്പോൾ അതിന്റെ തലയിലേക്ക് പോയി ഒന്ന് തലോടി മറ്റുള്ള 100 ആടുകളിൽ കൂടുതലായി ഇതിനെ സ്നേഹിച്ചും പരിപാലിച്ചും വരുമ്പോൾ ഈ ആടിന് മറ്റുള്ള എല്ലാ ആടുകളെക്കാളും സ്നേഹം ഈ ഇടയനോടുണ്ടാകും. മനസ്സിലായോ? അത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിൽ ഈ ആടുകളെ മേയ്ക്കുന്നവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാ. അനുസരണം കെട്ട ആടിന്റെ കാല് ഇടയനൊടിച്ചിടും. എന്നിട്ട് അതിനെ 10-15-20 ദിവസം കൊണ്ട് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് എല്ലാം പൂർണ്ണസ്ഥിതിയിലാക്കുമ്പോൾ പിന്നെ ഈ ഇടയന്റെ അടുത്ത് നിന്ന് അത് പോവുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. ഈ ഇടയന്റെ ഒരു ഉത്തമ ആടായി അത് തീർന്നിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്. ദാവീദിന് കാര്യം പിടികിട്ടി. ദാവീദിന്റെ ജീവിതത്തിൽ അല്ലെ ബത്ശേബയോടുള്ള ബന്ധത്തിൽ ചെയ്ത ഒരു പാപം, ആ സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദാവീദിന്റെ എല്ല് ദൈവം ഓടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവന് സ്വസ്ഥതയില്ലാത്ത ജീവിതാനുഭവം ദൈവം കൊടുത്തു. എന്നിട്ടെന്താ? ആ അവസ്ഥയിലൊക്കെയും ദൈവം അവനെ പരിചരിക്കുകയായിരുന്നു. ആ മുറിവ് വെച്ച് കെട്ടുകയായിരുന്നു. ആ ഇടയനും ദൈവവും ദാവീദും തമ്മിലുള്ള വലിയ ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. അങ്ങനെ ദാവീദിനെ പണിതെടുത്തപ്പോഴാണ് എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ ദാവീദിൽ കണ്ടിരിക്കുന്നു എന്ന് ദൈവം പറയുന്നത്.